ഹലോ ഗെയ്സ്, നമ്മുടെ അനീച്ചാർ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി കൊഞ്ച് ഫ്രൈയുടെ വീഡിയോ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. അങ്ങനെ നമുക്കിന്ന് ഫ്രഷ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. 250 ഗ്രാം കൊഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറത്തെ തോടൊന്നും നമ്മൾ കളയുന്നില്ല, പക്ഷേ അകത്തുള്ള പാർട്സൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആദ്യമായിട്ട് നമ്മൾ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. ഞാൻ ഇവിടെ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് ഉള്ള മുളക് പൊടി കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ കളർ വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് അല്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ രണ്ടും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അങ്ങനെ നമ്മൾ പിന്നെ ഒരു പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മളപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിനെ എടുത്ത് ഇട്ട് കൊടുക്കണേ. നമ്മുടെ ആ വെള്ളം ഇപ്പം ഒഴിക്കേണ്ട കേട്ടോ, നമ്മളെ കൊഞ്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ കൊഞ്ചൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ എല്ലാ കൊഞ്ചും ഇട്ടതിന് ശേഷം നമ്മൾ ആ ചേരുവയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നില്ലേ, അതിൽ കുറച്ച് വെള്ളം കാണുമല്ലോ, ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ കൊഞ്ച് കുറച്ച് വേവുമ്പം അതിൽ നിന്നുള്ള വെള്ളവും കൂടെ വരും കേട്ടോ. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ആ ബാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി വേവിക്കണം കേട്ടോ. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊഞ്ച് നന്നായിട്ട് വെന്ത് വരണം. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കളറും കുറച്ച് എരിവും കുറവാണ്, അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം നന്നായിട്ട് വറ്റണം കേട്ടോ. വെള്ളം വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതിന് ഇളക്കിക്കൊണ്ടിരിക്കണേ. നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമുക്ക് ഇത് ഫ്രൈ പോലെയാണ് വരേണ്ടത് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കൊഞ്ച് ഫ്രൈ ചുമ്മാ കഴിക്കാം കേട്ടോ. ചുമ്മാ കഴിക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി, ദോശ എന്തിൻ്റെ കൂടെ വേണോ കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റണം കേട്ടോ. ഈ വെള്ളമില്ല ഫുള്ള് പോയാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളിവിടെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഇളക്കി കൊടുക്കണമെങ്കിൽ വറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ കൊഞ്ച് ഫ്രൈ ഉണ്ടോ വറ്റി വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരുവാവണം കേട്ടോ, നന്നായിട്ട് വറ്റി വരണേ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. വേണ്ട, അവസാനം നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ, ബൈ ബൈ, സീ യു.